ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് ലഭിക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ആരാധനയിൽ സംബന്ധിക്കാം. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സകല മാനവരാശിയുടെയും രക്ഷയ്ക്കായി ഈ ഭൂമിയിൽ ജാതം ചെയ്ത ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, ആഗമനത്തിൽ കർത്താവെ, ഞങ്ങൾ ആഗമനത്തിൻ്റെ ഒരു അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോട് ഏറെ അടുത്ത് ഇന്നാളുകളിൽ ജീവിപ്പാനും ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാനും അവിടെ ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് വിശുദ്ധമായൊരു ദിവസം ഞങ്ങൾ അങ്ങേ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും വേർതിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ ആരാധിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ആവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളുള്ളവരാണ്, പോരായ്മകളുള്ളവരാണെങ്കിലും ദൈവമേ, ഞങ്ങളുടെ കുറവുകളെയും പോരായ്മകളെയും അവിടുന്ന് പരിഹരിച്ച് കർത്താവെ, ഞങ്ങളെ അവിടുന്ന് ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാനും ഈ ആരാധനയുടെ സന്തോഷം അനുഭവിപ്പാനും ആ ദൈവിക ശക്തിയാൽ ഞങ്ങൾ നിറയപ്പെടുവാനും ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യ അവസാനം ദൈവകൃപ കൂടെ ഇരിക്കണം. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമ മഹത്വത്തിനായി ജ്ഞാനകീർത്തനങ്ങളിൽ 41-ാമത്തെ കീർത്തനത്തിൻ്റെ 1, 3, 4 ചരണങ്ങൾ നമുക്ക് പാടാം. കീർത്തനം 41-ൻ്റെ 1, 3, 4 ചരണങ്ങൾ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഈ യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ
പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സ്വസ്ഥതയും സമാധാനവും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്ത സമയം ദൈവീക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാവം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് ഏറ്റവും വിനയമായി ഏറ്റുപറയാം. നമ്മൾ വന്നുപോയ കുറവുകളെയും വീഴ്ചകളെയും ദൈവഭാഗം നമുക്ക് ഏറ്റുപറഞ്ഞ് ഒരു നിമിഷം അനുദപിക്കാം. സർവശക്തി മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളും തെറ്റിച്ചിനിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ, വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചേരാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ പിഴകളെ ഏറ്റു പറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്തപ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിരപരിശുദ്ധനാമത്തിൻ മഹത്വത്തിനായിട്ട് ഞങ്ങളിന്മേ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തുവും തം കൃപ ചെയ്യണമേ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണവുമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നുവെങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശു ക്രിസ്തുവിൻ്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോടുകൂടിയ കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. കർത്താവിനെ സ്തുതിപ്പീൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കാലത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. ആഗമനത്തിൽ 4-ാം ഞായർ കർത്താവ് സമീപത്താകിയാൽ ആനന്ദിക്കുക. കൺമിഴി പോലെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ നിന്റെ പുത്രനെ സ്വീകരിപ്പാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ നിന്റെ പുത്രൻ്റെ വരവിൽ ഞങ്ങൾ അനിന്ത്യരായി കാണപ്പെടുവാൻ ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മാക്കളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. അന്ത്യകാലത്തിൽ നിന്റെ പുത്രൻ നീതിയിലും വിശുദ്ധിയിലും വിധികർത്താവായി വരുമ്പോൾ
അവനെ പൂർണ്ണ പ്രത്യാശയിൽ എതിരേൽക്കുവാൻ തുണയ്ക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്ന കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 50-ാം സങ്കീർത്തനം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 50 അതിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കില്ല. അവൻ്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. എൻ്റെ ജനമേ കേൾക്കാൻ ഞാൻ സംസാരിക്കും, ഇസ്രായേലെ ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായി ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കയില്ല. മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു, വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ, കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാവട്ടെ. സഖരിയാവിൻ്റെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സഖരിയാവിൻ്റെ പാട്ട്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്നെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പയക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുൻപിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെയുള്ള ദൈവതിരുവചനങ്ങളെ കേൾപ്പിൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം മുതൽ. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും എന്നും പിതാവിൻ്റെ അടുക്കൽ പോകുന്നുവെന്നും അവൻ നമ്മോട് ഈ പറയുന്നത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. കുറഞ്ഞോന്നെന്ന് ഈ പറയുന്നത് എന്താകുന്നു? അവൻ എന്ത് സംസാരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല എന്നും അവർ പറഞ്ഞു. അവർ തന്നോട് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ് യേശു അവരോട് പറഞ്ഞത്, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്ന് ഞാൻ പറയുകയാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ ചോദിക്കുന്നുവോ? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ
ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷനിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഇത് നമ്മുടെ കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ഷിമിയോൻ്റെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. ഷിമിയോൻ്റെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. നീ സകലജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചന ശുശ്രൂഷയ്ക്ക് മുൻപായി ജ്ഞാനകീർത്തനങ്ങളിൽ 45-ാമത്തെ കീർത്തനത്തിൻ്റെ 1, 2, 3 ചരണങ്ങൾ നമുക്ക് പാടാം. 45-ാമത്തെ കീർത്തനത്തിൻ്റെ 1, 2, 3 ചരണങ്ങൾ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിനുന്നതികളെ വെടിഞ്ഞ് ഈ ഭൂമിയിൽ അവതരിച്ച ഇമ്മാനുവേലായി ഞങ്ങളോട് കൂടെ വസിച്ച ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ തിരുവചനത്തെ ധ്യാനിപ്പാനായി അടിയങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അങ്ങയുടെ വചനത്താൽ കർത്താവെ അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങളെ കണ്ടെത്തിക്കൊണ്ട് കർത്താവെ അനുദിനം ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. സ്വർഗീയമായ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറച്ചാട്ട് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഏതോ നീ കേൾക്കണമേ. ആമീൻ.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് ലഭിച്ചതായിട്ടുള്ള അവസരത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആഗമനത്തിലെ 4-ാം ഞായറാഴ്ചയിലേക്കാകുന്നുവല്ലോ നാം പ്രവേശിച്ചിരിക്കുന്നത്. ആഗമനത്തിൻ്റെ ഈ 4-ാം ഞായറാഴ്ചയിൽ നാം വായിക്കുന്നതായിട്ടുള്ള വേദഭാഗം സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിന് 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളും 50-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളുമാകുന്നു ഈ ഇന്നത്തെ ഈ ചിന്തയ്ക്കായിട്ട് നമ്മൾ വായിക്കുന്നതായിട്ടുള്ള വേദഭാഗം. അതിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്ന് ചില ചിന്തകളെ ഒരുമിച്ച് പങ്കിടുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആഗമനത്തിലെ 4-ാം ഞായർ. ആഗമനം എന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ ഈ നാളുകളിൽ നാം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാകുന്നുവല്ലോ. ഒരു ലാറ്റിൻ പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതായിട്ടുള്ള അഡ്വെൻ്റ് എന്ന വാക്ക് അല്ലെങ്കിൽ ആഗമനം എന്നത് വരവ് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു മലയാളം അർത്ഥം നാം പറയുമ്പോൾ വരവ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയുന്നത്. എന്താണ് ആഗമനം അല്ലെങ്കിൽ ആഗമനത്തിൻ്റെ അനുഭവം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഭൂതകാലത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തിൻ്റെയും ഭാവി പ്രത്യാശയുടെ ലക്ഷ്യപ്രാപ്തിക്കായി ഈ കാലഘട്ടത്തിൽ സജ്ജമാകേണ്ടതിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്ന സുദിനമാണ് ആഗമനത്തിൻ്റെ കാലഘട്ടം. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം. ഭൂതകാലത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടവും ഭാവി പ്രത്യാശയുടെ ലക്ഷ്യപ്രാപ്തിക്കായി ഈ കാലഘട്ടത്തിൽ സജ്ജമാകേണ്ടതിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്ന സുദിനങ്ങളാണ് ആഗമന കാലഘട്ടം. മറ്റൊരു അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കുവാനും മുന്നോട്ടുള്ള ജീവിത യാത്രയിൽ ആ യാത്രയെ അതിജീവിക്കുവാൻ നമ്മെ സജ്ജരാക്കേണ്ടുന്ന ഒരനുഭവമാണ് ഈ ആഗമനത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിലൂടെ സമാഗതമായിട്ടുള്ളത് ഒരു ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് ഈ ലോകത്തിൽ വന്ന് അവതരിച്ചത് പിതാവായ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാകുന്നുവെന്നും ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാകുന്നു എന്നുമുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ടതായിട്ടുള്ള ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചും വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി ഞങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ഈ യേശു അല്ലെങ്കിൽ ഈ ദൈവം ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി കണ്ടതുപോലെ നിങ്ങൾ കാണുന്നത് പോലെ അവൻ വീണ്ടും വരുമെന്ന് ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള ഭാഗം. അതുകൊണ്ട് ഈ ഒരു സത്യം തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ഏറ്റുപറയുന്നത്. അവൻ വീണ്ടും വരുമെന്നും നമ്മെ ചേർപ്പാനായി വരുമെന്നുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനം നമ്മൾ എല്ലാ ഞായറാഴ്ചയും ആരാധന മധ്യേ നമ്മൾ ഏറ്റ് പറയാറുണ്ട്. അതുകൊണ്ട് ആഗമനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, ദൈവരാജ്യം സ്ഥാപിക്കുന്നതിനായിട്ട് ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതുപോലെ തന്നെ ആ കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ അനുഭവത്തിലൂടെ ആ ദൈവരാജ്യം ദൈവരാജ്യത്തിൻ്റെ അനുഭവം പൂർത്തീകരിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കൂടെയാണ് ഈ ആഗമനത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് മാത്രമല്ല നാം ചിന്തിക്കുന്നത്, കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചും ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചുകൂടെയാണ് ഈ ആഗമന കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 24 വരെയുള്ള
വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വേദഭാഗത്ത് വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വേദഭാഗത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ ഈ കർത്താവിൻ്റെ ജനനത്തിൻ്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷയുടെ അനുഭവത്തിലൂടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും അവരെ സജ്ജരാക്കുകയും ചെയ്യുന്ന ചില ചിന്തകളാണ് ഈ വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം നാം പഠിക്കുന്നതായിട്ടുള്ള സമയത്ത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായവും 15-ാം അധ്യായവും 16-ാം അധ്യായവും 17-ാം അധ്യായവും നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ശിഷ്യന്മാരെ സജ്ജരാക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. ആ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് 14-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അങ്ങനെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെയെല്ലാം കർത്താവ് തൻ്റെ മരണത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇനി വരുവാൻ പോകുന്നതായിട്ടുള്ള കാര്യത്തെക്കുറിച്ചും തൻ്റെ ക്രൂശീകരണത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചും തൻ്റെ ഉയർപ്പിൻ്റെ അനുഭവത്തെക്കുറിച്ചും താൻ വീണ്ടും വരുന്നതിൻ്റെ അനുഭവത്തെക്കുറിച്ചൊക്കെ തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയും അവരെ അതിനായി സജ്ജരാക്കുകയും ചെയ്യുന്ന ധാരാളം ചിന്തകളാണ് ഈ 14-ാം അധ്യായം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് 16-ാം അധ്യായത്തിലേക്ക് അവിടെ കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ 16-ാം അധ്യായം 16-ാം വാക്യം മുതൽ വായിക്കുന്നതായിട്ടുള്ള സമയത്ത് ഇങ്ങനെ പറയുന്നു: ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകും. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയില്ല. അപ്പോൾ ഇവിടെ കർത്താവ് ചില കാര്യങ്ങളെ തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയും അവരെ സജ്ജരാക്കുകയും ചെയ്യുന്ന ചില അനുഭവങ്ങളാണ് ഈ വേദഭാഗങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നതും പ്രത്യേകിച്ച് 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ എന്നെ കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ഈ സംഭാഷണം ഇവിടെ തുടർന്നുകൊണ്ട് പോകുന്നത്. ഇവിടെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെന്നെ കാണും, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെന്നെ കാണും. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്ന് പിതാവിൻ്റെ അടുക്കൽ പോകുന്നുവെന്നും അവൻ നമ്മോട് ഈ പറയുന്നത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. അതുകൊണ്ട് ഇവിടെ കർത്താവ് തൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും തൻ്റെ മരണത്തെക്കുറിച്ചും തൻ്റെ ഉയർപ്പിൻ്റെ അനുഭവത്തെക്കുറിച്ചും അല്ലെങ്കിൽ വീണ്ടും ഒരു പുനരാഗമനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചൊക്കെ ഇവിടെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ ആ ശിഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ ഉയർന്നു വന്നതായിട്ടുള്ള അനേക ചോദ്യങ്ങളുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവർ പലപ്പോഴും ചിന്തിക്കുകയും അവർ ചില ചോദ്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉയരുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ വളരെ ശക്തമായിട്ട് നമ്മളോട് പറയുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. തൻ്റെ ശിഷ്യന്മാരെ സജ്ജരാക്കുന്നവനായിട്ടുള്ള ഒരു കർത്താവ്, തൻ്റെ ശിഷ്യന്മാരെ ചില കാര്യങ്ങൾക്ക് വേണ്ടി സജ്ജരാക്കുന്നവനായിട്ടുള്ളൊരു കർത്താവിനെ നമ്മളവിടെ കാണുകയാണ്. ഒന്ന്, നമ്മളിവിടെ കാണുന്നത് തൻ്റെ ക്രൂശീകരണത്തിന് വേണ്ടിയുള്ള നാളുകളെ അതിജീവിക്കുവാനായിട്ട് തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് സജ്ജരാക്കുകയാണ്. തൻ്റെ ക്രൂശീകരണത്തിന് വേണ്ടിയിട്ടുള്ള നാളുകളെ സജ്ജരാക്കുവാൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ ആവശ്യമാകുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നതായിട്ടുള്ള ചിന്തകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, ഒരു ഗുരുവിൻ്റെ കീഴിൽ ഈ നാളുകളിൽ 3.5 വർഷക്കാലം പ്രവർത്തിച്ചതായിട്ടുള്ള ശിഷ്യന്മാർ അവരുടെ ഗുരു ഇല്ലാതെയായി തീരുമ്പോൾ അവരെ നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ വലുതാണ് എന്ന് കർത്താവ് ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ അതിജീവിക്കുവാനായിട്ട് അവരെ ബലപ്പെടുത്തുന്നതായിട്ടുള്ള ചിന്തകളും അനുഭവങ്ങളുമാണ് കർത്താവ് ഇവിടെ ഈ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരെ സജ്ജരാക്കുന്നതായിട്ട് നാം കാണുന്നത്. രണ്ടാമതായി ഇവിടെ നമുക്ക് നൽകുന്നതായിട്ടുള്ള മറ്റൊരു ചിന്ത എന്ന് പറയുന്നത് സുവിശേഷീകരണത്തിനായിട്ട് അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ വാക്താക്കളായി പോകുവാനായിട്ട് കർത്താവ് അവരെ സജ്ജരാക്കുകയാണ്.
കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അപ്പോൾ കർത്താവ് തൻ്റെ ജീവിതകാലം അല്ലെങ്കിൽ തൻ്റെ ശുശ്രൂഷയുടെ കാലം അവസാനിക്കുകയാണ്. ഇനി കുറച്ച് നാൾ മാത്രമേ ഞാൻ നിങ്ങളോട് കൂടെയുള്ളൂ, അതിനുശേഷം നിങ്ങളെന്നെ കാണുകയില്ല, എന്നാൽ വീണ്ടും നിങ്ങളെന്നെ കാണും. പക്ഷേ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതായിട്ടുള്ള ഈ ദൗത്യത്തെ തുടരുവാനായിട്ട് കഴിയണം. അതാണ് നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ മരണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ശിഷ്യന്മാർ ഈ സുവിശേഷത്തിൻ്റെ വാക്താക്കളായിട്ട് മുന്നോട്ട് ജീവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് രണ്ടാമത് നമ്മളിവിടെ കാണുന്നത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ സുവിശേഷത്തിൻ്റെ ദൗത്യം മുന്നോട്ട് നിർവഹിക്കുവാൻ സജ്ജരാക്കുന്നതായിട്ടുള്ള ഒരനുഭവത്തെയാണ്. മൂന്നാമത് ഈ ചിന്തയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ കാണുന്നത് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ സജ്ജരാക്കണം. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി, പൂർത്തീകരണത്തിനായിട്ട്, അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുവാനായിട്ട് തൻ്റെ ശിഷ്യന്മാരെ സജ്ജരാക്കുന്നതിനായിട്ടുള്ള ഒരു കർത്താവ്. ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഈ ആഗമനത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജനനത്തെ ഓർക്കുന്നതായിട്ടുള്ള നാളുകൾ മാത്രമല്ല, അല്ലെങ്കിൽ അത് ഓർക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് വേണ്ടി ഭൂമിയിൽ അവതരിച്ചനായ കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വന്ന് എന്നെ ചേർത്തുകൊള്ളുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ അനുഭവം, ആ പുനരാഗമനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടുന്നതായിട്ടുള്ള ഒരു അനുഭവം, അതിനുവേണ്ടി കർത്താവ് ഇവിടെ തൻ്റെ ശിഷ്യന്മാരെ സജ്ജരാക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. കർത്താവിൻ്റെ ക്രൂശീകരണത്തിൽ അതാണ് സംഭവിച്ചത്. ലോകം ചിരിച്ചു. എന്നാൽ ഇവിടെ തൻ്റെ ശിഷ്യന്മാർ പലരും ദുഃഖത്തിൻ്റെതായ അനുഭവത്തിലൂടെ കടന്നു. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ദുഃഖിക്കുക, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരുന്നതായിട്ടുള്ള അനുഭവം. 22-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. നിങ്ങളുടെ സന്തോഷം നിങ്ങളിൽ നിന്ന് ആരും പിന്നീട് എടുത്തു കളയുകയില്ല എന്ന് കർത്താവ് ഇവിടെ പറയണം. അതുകൊണ്ട് പുനരാഗമനത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ, വീണ്ടും ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ, അങ്ങനെയുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ, വാർത്തെടുക്കുവാൻ, വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ അവരെ ജീവിക്കുവാൻ, കർത്താവിൻ്റെ പുനരാഗമനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചു വളർത്തുവാനും, അതിൻ്റെ ആ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളോടുകൂടെ വളർത്തുവാനും, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മയും ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. അതിനായിട്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഇവിടെ സജ്ജരാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ച പോലെ യോഹന്നാൻ്റെ സുവിശേഷം 14, 15, 16, 17 അധ്യായങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ വായിച്ചാൽ എത്ര മനോഹരമായിട്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ ക്രൂശീകരണത്തിന് വേണ്ടിയും, തൻ്റെ ഉയർപ്പിൻ്റെ അനുഭവത്തിന് വേണ്ടിയും, തൻ്റെ പുനരാഗമനത്തിന് വേണ്ടിയും തൻ്റെ ശിഷ്യന്മാരെ സജ്ജരാക്കുന്നത് എന്നുള്ളത് നമുക്കവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇന്ന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ശിഷ്യന്മാർക്കുള്ളൊരു ദൗത്യം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഈ വർഷം നാം ക്രിസ്മസ് ആചരിക്കുമ്പോൾ നാം ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ഈ പുനരാഗമനത്തിനായിട്ട് നമ്മുടെ സമൂഹത്തെ, നാമായിരിക്കുന്ന സമൂഹത്തെ സജ്ജരാക്കുവാനായിട്ടുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് എങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചാൽ, ഈ ദൈവരാജ്യത്തിന് യോഗ്യമായിട്ടുള്ളൊരു ജീവിതം നയിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവരാജ്യത്തിന് യോഗ്യമായൊരു ജീവിതം നയിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ ഉള്ള വാക്യങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ അതിൽ 1-2 വാക്യങ്ങൾ വായിക്കാം. ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങൾ അപേക്ഷിക്കുന്നു, തമ്മിൽ സമാധാനമായിരിപ്പീൻ. സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്ക് പ്രബോധിപ്പിക്കുന്നത്, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇരുടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. അതുകൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ഡിഫറെൻറ്റ് ലൈഫ്, നോട്ട് ദിസ് വേൾഡ്ലി ലൈഫ് ബട്ട് എ ഡിഫറെൻറ്റ് ലൈഫ്. ഈ ലോകത്തിന് അനുരൂപപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ടല്ല, കർത്താവിൻ്റെ പുനരാഗമനത്തിന് വേണ്ടി ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ, ആ സമൂഹത്തെ വളർത്തുവാൻ, ഒരു ഡിഫറെൻറ്റ് ലൈഫ് നയിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ച് ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇതല്ലോ ക്രിസ്തു യേശുവിൽ
നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ഇവിടെ 19-ാം വാക്യത്തിൽ 18-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. അതുകൊണ്ട് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഒരു വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് തൻ്റെ ജനത്തെ തൻ്റെ പുനരാഗമനത്തിന് വേണ്ടി സജ്ജരാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ആഗമനത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നാം ഓർക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നാം ഒരുങ്ങി കാത്തിരിക്കുവാൻ, അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഈ നാളുകളിൽ ബലപ്പെടുത്തുമാറാകട്ടെ. ഇവിടെ ദൈവരാജ്യത്തിന് യോഗ്യമായിട്ടുള്ള ജീവിതം നയിപ്പാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിയ സഭയെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മളിലും ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ ഉള്ളവരായി ജീവിപ്പാനും ആ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ അനേകരെ കർത്താവിൻ്റെ പുനരാഗമനത്തിനായിട്ട് യോഗ്യതയുള്ളവരാക്കുവാൻ, കർത്താവിൻ്റെ പുനരാഗമനത്തിങ്കൽ കാണപ്പെടുവാൻ, ആ ക്രിസ്തുവിനോട് ചേർന്നുള്ള തുടർന്നുള്ള ജീവിതത്തിനായിട്ട് അവരെ ഒരുക്കുവാനായിട്ട് ഉള്ള ഉത്തരവാദിത്വത്തെ നമുക്ക് ഏറ്റെടുക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവും ദൈവത്തിനും ഈ സമാധാനം ഉണ്ടാകുമാറാകട്ടെ. ആമീൻ. നാം കേട്ടതായിട്ടുള്ള വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അപ്പോസ്തോല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. അപ്പോസ്തോല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കരുവിൽ ബാധിക്കപ്പെട്ടു, ജനിച്ചു, പന്തിയോസ് പിലാത്തോസിനിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചെന്ന് പിന്നെയും ഉയർന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് അവൻ ചെയ്യുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. ഈ നാളുകളിൽ പിറന്നാൾ ആഘോഷിക്കുകയും വിവാഹവാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവകയുടെ എല്ലാവിധ ആശംസകളെയും ഈ സമയത്ത് അറിയിക്കുന്നു. ആയുസിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചവരെയും കുടുംബജീവിതത്തിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹത്തോടെ ദൈവകൃപയോടെ നടത്തട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇടവകയുടെ ആശംസകളെ അറിയിക്കുന്ന ഒരു നിമിഷം തലകളെ മുടക്കി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അവിടെ നൽകിയതായിട്ടുള്ള കർത്താവേ, ആയുസ്സിൻ്റെ നാളുകൾ അനുഗ്രഹത്തോടെ ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ, ഓരോ വർഷവും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ലഭിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി അനുദിനം ജീവിപ്പാൻ കർത്താവേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഇന്ന് കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പിറന്നാൾ ആഘോഷിക്കുകയും വിവാഹവാർഷികം ആഘോഷിക്കുകയും ചെയ്തവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന് ധാരാളമായ കൃപയും സാന്നിധ്യവും കരുതലും അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് ജീവിപ്പാൻ തുടർന്നും സഹായിച്ചാട്ട് സകലവും യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണമേ. ആമീൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ചില നിമിഷങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ചിലവഴിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ ചെറുതും വലുതുമായിട്ടുള്ള നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പലപ്പോഴും ലഭിച്ച നന്മകൾക്ക് നന്ദിയുള്ളവരായി ജീവിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ കുറവുകളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജീവിതത്തിൻ്റേതായ സാഹചര്യത്തിൽ പലപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെറുതാത്ത കാര്യങ്ങളെ നാം ചെയ്തിട്ടുണ്ട്. കർത്താവേ, എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുറവുകളെ എന്നോട് ക്ഷമിക്കണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് അനുവദിക്കുന്ന നാളുകൾ വിശ്വസ്തയോടും സമർപ്പണത്തോടും പൂർണ്ണ ദൈവകൃപയോടും കൂടെ ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. പ്രത്യേകിച്ച് കോവിഡിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന നമ്മുടെ അനേക പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ ദേശത്ത്, നമ്മുടെ രാജ്യത്തും, നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും രാഷ്ട്രത്തിലുമൊക്കെയായി അനേകർ ഭാരപ്പെടുന്നുണ്ട്. വിവിധ രാഷ്ട്രങ്ങളിൽ അനേകർ ഭാരപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ രോഗത്തിനൊരു ശമനം ഉണ്ടാകുവാൻ കർത്താവെ 2020 പൂർത്തീകരിക്കുമ്പോൾ കർത്താവെ ഈ രോഗത്തിൻ്റെ അനുഭവങ്ങൾ ഈ ലോകത്ത് നിന്ന് നീങ്ങുവാനും
ഞങ്ങൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ പ്രത്യാശയോടെ, പുതിയ കൃപയോടെ, പുതിയ അനുഗ്രഹത്തോടെ പ്രവേശിപ്പാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ പ്രവർത്തന മേഖലയിലായിരിക്കുന്ന ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും മറ്റ് മെഡിക്കൽ സ്റ്റാഫിനെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ജോലി സ്ഥലങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ശമ്പളം ലഭിക്കാതെ ഭാരപ്പെടുന്നവരുണ്ട്, കടഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, മറ്റുള്ളവരോട് തുറന്നു പറയാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നുവരെയും ജീവിതത്തിൻ്റെ യാത്രയിൽ കർത്താവെ അവിടുന്ന് ഞങ്ങളെ അതിശയകരമായി നടത്തി. തളർന്നു പോകുവാനും തകർന്നു പോകുവാനും പട്ടുപോകുവാനും ഒന്നും അവിടുന്ന് ഞങ്ങളെ സമ്മതിച്ചില്ല. ജയോത്സവമായി ഞങ്ങളെ ഇന്നും നടത്തുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രോഗത്തിൻ്റെ അനുഭവങ്ങളിൽ ആശുപത്രികളിലും ഭവനങ്ങളിലുമായിരിക്കും നമ്മുടെ ഇടഭാഗങ്ങൾ അനേകരുണ്ട്. ICUവിൻ്റെ അനുഭവത്തിലായിരിക്കുന്നവരുണ്ട്. ഈ ദിവസങ്ങളിലെ വിവിധമായ സർജറികൾക്ക് വിധേയപ്പെടുന്നവരുണ്ട്, വിവിധമായ ടെസ്റ്റുകൾക്ക് വിധേയപ്പെടുന്നവരുണ്ട്, ദീർഘനാളുകളായി ചികിത്സയിലായിരിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം. വിവിധമായിട്ടുള്ള ചികിത്സയുടെ ആവശ്യങ്ങളായിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവയെ ദൈവസന്നിധിയിൽ ഓർക്കാം. നാനുള്ള ഈ ഭവനങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കാം. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന സഭയച്ചനെയും കൊച്ചമ്മയും ദൈവസന്നിധിയിൽ ഓർക്കാം. അവരുടെ ശുശ്രൂഷകളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ദൈവകൃപയോടും ആരോഗ്യത്തോടും ബലത്തോടും നടത്തണമെന്ന് പ്രാർത്ഥിക്കാം. മഹായിടവയെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പുതിയൊരു അധ്യക്ഷനെ അവിടുന്ന് കർത്താവെ ഞങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നൽകി സഭയുടെ കാര്യങ്ങൾ കർത്താവെ മുന്നോട്ട് നയിപ്പാനായിട്ട് അവിടുന്ന് ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ മഹായിടവയിൽ ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള തോമസ് കമ്മൻ തിരുമേനിയും കുടുംബത്തെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ബിഷപ്പ് കമ്മസ്രിയായി പ്രവർത്തിക്കുന്ന ഉമ്മൻ ജോർജ് തിരുമേനിയെയും മോഡറേറ്റർ കമ്മസ്രിയായി പ്രവർത്തിക്കുന്ന ബിഷപ്പ് ഉമ്മൻ ജോർജ് തിരുമേനിയെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ബുക്കാന ക്യാമ്പസിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഈ ക്യാമ്പസിലുള്ള നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ധാരാളമായ കൃപ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെ മേലും വ്യാപരിപ്പാനായിട്ടിടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷത്തിൻ്റെ ദൗത്യം കർത്താവെ നിർവഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാൻ നമ്മെ സഹായിക്കണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വരുന്ന ആഴ്ചകളിൽ നടത്തപ്പെടേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളെയും ആരാധനകളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മെ പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരങ്ങൾ, നമ്മുടെ ഭവനത്തിലെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഭാരങ്ങൾ, സമാധാനമില്ലാത്ത അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കാം. അതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ശാന്തമായി നമ്മെ സമർപ്പിക്കാൻ, നമ്മുടെ സഭയെ സമർപ്പിക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ശാന്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ദൈവസന്നിധിയിൽ ഓർത്തതായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പൊതുവിലുള്ള സ്തോത്രം നമുക്ക് ചേർന്ന് ചൊല്ലാം. പൊതുവിലുള്ള സ്തോത്രം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകലകരണങ്ങളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും മാതൃകരണയ്ക്കായിട്ടും നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത അങ്ങനെ വിലമതിച്ചിടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിന് നിന്നെ സേവിക്കുന്ന ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങൾ അതിനെ കൊണ്ട് മാത്രമല്ല ഞങ്ങൾ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകലധാരണങ്ങളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമീൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നു എന്നവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിക്കുവാനും
അവർക്ക് കൃപയും ശക്തിയും നൽകുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ ചെയ്യണമേ. ആമീൻ. നാം അർപ്പിക്കുന്നതായിട്ടുള്ള സ്തോത്ര വഴിപാടുകൾ, ദശാംശ സമർപ്പണങ്ങൾ, പിറന്നാൾ വിവാഹ സ്തോത്ര സമർപ്പണങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും ഇതർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഡോക്സോളജി 7 നമുക്ക് ചേർന്ന് പാടാം. ഡോക്സോളജി 7. സ്നേഹവാനായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിലെ ആരാധനയിൽ വ്യാപരിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിലായിരിക്കാനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനും കർത്താവേ, അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധിക്കുവാനും കർത്താവേ, വചനത്തിനനുസരണമായി ജീവിപ്പാനായിട്ട് ഞങ്ങളെ ഒരുക്കുവാനും തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ സജ്ജരാക്കിയതുപോലെ കർത്താവേ, അങ്ങയുടെ പുനരാഗമനത്തിന് വേണ്ടി സജ്ജരാകുവാനും മറ്റുള്ളവരെ സജ്ജരാക്കുവാനായിട്ടുള്ള ഒരു വലിയ ദൗത്യത്തെ കർത്താവെ അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ അനുദിനം ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് യോഗ്യമായിട്ടുള്ള കർത്താവെ ജീവിതം നയിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോസ്തലനായ പൗലോസ് കർത്താവെ തൻ്റെ കർത്താവെ തെസ്സലോനിയ സഭയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ കർത്താവെ ദൈവരാജ്യത്തിന് യോഗ്യമായിട്ടുള്ള ജീവിതം നയിപ്പാനായിട്ട് ആ ജനത്തെ കർത്താവെ അവിടുന്ന് പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങളെയും പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ, അങ്ങയുടെ കർത്താവെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ദേശത്തെയും രാജ്യത്തെയും ഒരുക്കുവാൻ കർത്താവെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. അതിനായിട്ടുള്ള ശുശ്രൂഷകളെ ഏറ്റെടുക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയിലുടനീളം അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ അനേക കാര്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുവല്ലോ. ആ കാര്യങ്ങളുടെ മേലൊക്കെ ദൈവത്തിൻ്റെ ധാരാളമായ കൃപ വ്യാപരിക്കുവാനും കർത്താവെ ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിക്കപ്പെടുവാനും കർത്താവെ അനേകരെ സൗഖ്യം പ്രാപിച്ച് അനുഗ്രഹമുള്ളവരായി മുന്നോട്ട് ജീവിപ്പാനും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ ശുശ്രൂഷയിൽ വന്നുപോയ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണം. കൃപയിൽ ഞങ്ങളെ വഴി നടത്തണം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൽ താഴ്മയുടെ അടിയങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ദയ നീ കേൾക്കുമാറാകണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും പാടും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും നമ്മളെല്ലാവരുടെയും കൂടെ എന്നേക്കും കാലാവസ്ഥാനം കൂടാതിരിക്കുമാറാകട്ടെ. ആമീൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രധാനപ്പെട്ട 1-2 അറിയിപ്പുകൾ നൽകട്ടെ. ദൈവഹിതമായാൽ ഡിസംബർ മാസം 24-ാം തീയതി നമ്മുടെ ക്രിസ്മസ് കാരോൾ സർവീസ് ഈ പരിമിതമായ സാഹചര്യത്തിലും നമ്മൾ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 24-ാം തീയതി വൈകുന്നേരം 6:30 മണിക്ക് നമ്മുടെ ദേവാലയത്തിൽ വെച്ച് ക്രിസ്മസ് കാരോൾ സർവീസ് നടത്തപ്പെടുന്നതാകുന്നു. വളരെ ലളിതമായ രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നതെങ്കിലും എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും അതിൽ ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്മസ് കാരോൾ സർവീസിലെ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് പന്നിമറ്റം സെൻറ് ആൻഡ്രൂസ് CSI ഇടവക വികാരി
ബഹുമാനപ്പെട്ട ദാസ് ജോർജ് അച്ഛനാകുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഈ ക്രിസ്മസ് കാരോൾ സർവീസിൽ പങ്കെടുക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കണമേ എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. ഡിസംബർ 25 നടത്തപ്പെടുന്നതായിട്ടുള്ള ക്രിസ്മസ് ആരാധന രാവിലെ 7 മണിക്കായിരിക്കും എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. 5:30 മണിക്ക് അല്ല, 7 മണിക്കാണ് നമ്മൾ ഈ വർഷം അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ക്രമീകരണത്തിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നടത്തുന്നതായിട്ടുള്ള 9 മണിക്കത്തെ പ്രത്യേക ആരാധന അന്ന് ഉണ്ടായിരിക്കുന്നതല്ല, പകരം 7 മണിക്കായിരിക്കും ക്രിസ്മസ് ദിനത്തിലെ ആരാധന നടത്തപ്പെടുന്നത്. പ്രാർത്ഥനയോടുകൂടെ ഈ ക്രിസ്മസ് ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.